സ്വന്തം പല്ലിൽ കടിച്ചു പിടിച്ചുകൊണ്ട് സന്തോഷ ദേഹത്തിന്റെ അഭ്യാസം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു സൈക്കിൾ കടിച്ചു പിടിച്ചിരിക്കുന്നു. താങ്ക് യു മിസ്റ്റർ സന്തോഷ്. ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ട് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനത്തിന് നന്ദി. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. എന്താണ് ചാർലി അടുത്ത പരിപാടി? അടുത്ത പരിപാടിയാണ് നാടൻ പാട്ടുകളുടെ രാജകുമാരൻ. ആരാണെന്നറിയോ? ആരാണ്? നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ ഇതാ വരുന്നു. ഇനി എല്ലാവർക്കും ഒരു നാടൻ പാട്ട്. ഒരുത്തൻ്റെപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ, എന്റെ പരക്കമ്പാച്ചിന് നൊതുക്കം കിട്ടൊടി തങ്കമ്മേ. ഒരുത്തൻ്റെപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ, എന്റെ പരക്കമ്പാച്ചിന് നൊതുക്കം കിട്ടൊടി തങ്കമ്മേ. ആണിന്റെ മനം കാക്കണതാരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. ആണിന്റെ മനം കാക്കണതാരടി തങ്കമ്മേ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. വരുത്തൻ്റെപ്പം ഒളിച്ച് ചാടിയ തങ്കമ്മേ, എന്റെ പരക്കമ്പാച്ചിന് നൊതുക്കം കിട്ടൊടി തങ്കമ്മേ. പടക്കമ്പാട്ടിന് വീടിക്ക് കൊട്ടണ തങ്കമ്മേ, നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയിട്ട് തങ്കമ്മേ. വടക്കമ്പട്ടിന് വീടിക്ക് കൊട്ടണ തങ്കമ്മേ, എന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയിട്ട് തങ്കമ്മേ. അപ്പപ്പ കണ്ടോനെ അപ്പാന്ന് ചൊല്ലല്ല തങ്കമ്മേ, ഞാൻ കാര്യം പറയുമ്പോ വട്ടം പിടിക്കില്ല തങ്കമ്മേ. അപ്പപ്പ കണ്ടോനെ അപ്പാന്ന് ചൊല്ലല്ല തങ്കമ്മേ, ഞാൻ കാര്യം പറയുമ്പോ വട്ടം പിടിക്കില്ല തങ്കമ്മേ. വരുത്തന്റെ ഫോം ഒളിച്ച് ചാടിയ തങ്കമ്മേ, എന്റെ പരക്കമ്പാച്ചിന് നൊതുക്കം കിട്ടൊടി തങ്കമ്മേ. അതിരന്തോതേ ഓതയാരോതേ, അതിരന്തോതേ ഓതയാരോതേ, ആ അതിരന്തോതേ ഓതയാരോതേ, അതിരന്തോതേ ഓതയാരോതേ. നടുകറങ്ങിന നട്ടം തിരിഞ്ഞടി തങ്കമ്മേ, പിടിച്ചതില്ലടി കടിച്ചതില്ലടി തങ്കമ്മേ. നടുകറങ്ങിന നട്ടം തിരിഞ്ഞടി തങ്കമ്മേ, ഇപ്പൊ പിടിച്ചതില്ലടി കടിച്ചതില്ലടി തങ്കമ്മേ. വടക്കമ്പാട്ടിന് വീടുക്ക് കൊട്ടണ തങ്കമ്മേ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയിട്ട് തങ്കമ്മേ. വടക്കമ്പാട്ടിന് വീടുക്ക് കൊട്ടണ തങ്കമ്മേ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങി പോയിട്ട് തങ്കമ്മേ. പരുത്തന്റെ പൊം ഒളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കമ്പാച്ചിന് നൊതുക്കം കിട്ടൊടി തങ്കമ്മേ. പരുത്തന്റെ പൊം ഒളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കമ്പാച്ചിന് നൊതുക്കം കിട്ടിയ തങ്കമ്മേ. തന്തിന തിന തന്നാ തന്തിന തന്നാന തന്തിന. Come on! Come on! തന്തിന തിന തന്നാന തിന തന്തിന തന്തിന തിന തന്നാന തിന തന്തിന. ഓ മരുത്തന്റെ പൊങ്കൽ. Come on! തന്തിന കന തന്നാന കന തന്തിന. പരുത്തന്റെ പൊമ്പൊളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പരക്കമ്പാച്ചിന് നൊതുക്കം കിട്ടൊട തങ്കമ്മേ. തന്തിന തിന തന്നാന തന്തിന തന്തിന തിന തന്നാന തിന തന്തിന. പകലും മുറ്റപ്പം പണി കെട്ടിട്ട് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേലായിതാ, എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേലായിതാ. മുറ്റപ്പം പണി കെട്ടിട്ട് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേലായിതാ, എന്റെ മോളെ കട്ടത്തിലാക്കല്ല വേലായിതാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതിക്കളി വേലായിതാ, കാര്യം കഴിഞ്ഞു മതിക്കളി വേലായിതാ. പെണ്ണ് കെട്ടിയ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതിക്കളി വേലായിതാ, കാര്യം കഴിഞ്ഞു മതിക്കളി വേലായിതാ. പകല് മുഴുവൻ പണി കെട്ടിട്ട് കിട്ടണ കാശിന് കള്ളു കുടിച്ച്
ഉണ്ടാക്ക് 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 പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കല്ല് കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാകല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാകല വേല ഇതാ പകല് മുഴുവൻ പണിയെടുത്ത് ഉണ്ടാക്ക് ഉണ്ടാക്ക് പകല് മുഴുവൻ പണിയെടുത്ത് ഉണ്ടാക്ക് ഉണ്ടാക്ക് പകല് മുഴുവൻ പണിയെടുത്ത് come on friend come on come on come on പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കല്ല് കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാകല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കല വേല ഇതാ പകല് മുഴുവൻ പണിയെടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിന് കള്ളം കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കല വേല ഇതാ come on everybody എന്റെ മോളെ കട്ടത്തിലാക്കല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കല വേല ഇതാ എന്റെ മോളെ കട്ടത്തിലാക്കല വേല ഇതാ thank you നമസ്കാരം. നമസ്കാരം. സൈക്കിൾ യജ്ഞത്തിൽ എടുക്കാവോ? സൈക്കിൾ യജ്ഞത്തിന് എടുക്കാവോ? ഈ നീട്ടത്തിലുള്ളതെന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതല്ല, നല്ല അഭിനയം ഭയങ്കര അഭ്യാസമൊക്കെയാ. ആണോ? ശരി, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ ഇതിലേക്ക് എടുക്കാം. തുടങ്ങാം. ആദ്യം നിങ്ങൾ ഏബിൾ ആണോ എന്നറിയണം. സോറി സോറി, എന്ത്? അത്ര ഒരാളല്ല ഞാൻ. എത്തരത്തിലുള്ള ആളല്ല? ഒരു വൃത്തികെട്ടൊരു മനുഷ്യനല്ല ഞാൻ. സോറി പ്ലീസ്. വൃത്തികെട്ടത്? ഈ ഏബിൾ എന്നൊക്കെ പറയുമ്പോ എനിക്ക് മനസ്സിലായി. ഓ ആ അയ്യോ, അത് ഞാൻ ഉദ്ദേശിച്ച അതല്ല. നിങ്ങൾ ഏബിൾ ആണോ, ഈ ജോലിക്ക് നിങ്ങളൊരു ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി. എന്താ സാർ ഈ കഥറൊക്കെ ഈ വേഷത്തിൽ? അല്ല, ഇന്ന് ഓഗസ്റ്റ് 15 രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു പോയതാ. ഓഗസ്റ്റ് 15 ഇത് അല്ലേ? അപ്പോ നിങ്ങൾ ആദ്യമായിട്ട് എ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ചോദ്യം എയിൽ തന്നെ ആരംഭിക്കാം. തുടങ്ങാം. വൈറ്റമിൻ എ എന്ന് കേട്ടിട്ടില്ലേ? വൈറ്റമിൻ എ. എ അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഏതിലാണ്? ഷക്കീലയുടെ സിനിമാ പോസ്റ്ററിൽ. കൊടക്കട കയ്യ് 2 ഇഞ്ച് നീളമുള്ളെങ്കിലും കേരളം മുഴുവൻ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമില്ലേ? എസ്മ. ആസ്മയല്ല, എസ്മ. ESMA. എസ്മ. എസ്മയുടെ ഫുൾ ഫോം പറയൂ. എലിസബത്തിന്റെ ശമ്പളം മതി ആന്റണിക്ക്. കൊടക്ക് മക്കളെ. ഇനി വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ആയിക്കോട്ടെ. ഈ സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതെ, സാർ ഇപ്പൊ എന്നോട് കാണിക്കുന്ന സ്നേഹം, ഞാൻ സാറിന്റെ മോളോട് കാണിക്കുന്ന പ്രേമം. വൃത്തികെട്ടവനെ ഒരൊറ്റട്ടി ചപ്പക്കുറ്റിക്കെന്നാണല്ലോ. അപ്പൊ നീയാണ് എന്റെ വീടിന്റെ അവിടെ കിടന്ന് കറങ്ങുന്നല്ലേ? എടാ, 8 പിള്ളേരുടെ തന്തയാണ് ഞാൻ, അറിയാമോ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റച്ഛന്റെ മകനാ ഞാൻ, മനസ്സിലായോ? ഒറ്റച്ഛന്റെ മകനാ. അതെ, ഇങ്ങോട്ട് നോക്കേ, തന്തമാരെക്കാളും വലുത് മക്കള് തന്നെയാ. തന്തമാരെക്കാൾ വലുത് മക്കളാ? പിന്നെ എടോ ഹലോ, തന്തമാരുണ്ടായിട്ട് അവിടെ മക്കളുണ്ടായിട്ട്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മക്കള് തന്നെയാ വലുത്. ആണോ? ഞാൻ തെളിയിച്ചു തരാം. എന്നാ തെളിയിക്കും. ഞാനൊരു ചോദ്യം സാറിനോട് ചോദിക്കാം. റേഡിയോ കണ്ടുപിടിച്ചത് ആര്? റേഡിയോ കണ്ടുപിടിച്ചത് പിന്നെ മാർക്കോണി. എന്തുകൊണ്ട് മാർക്കോണിയുടെ അച്ഛൻ കണ്ടുപിടിച്ചില്ല? ബൾബ് കണ്ടുപിടിച്ചത് ആരാ? ബൾബ് കണ്ടുപിടിച്ചത് എഡിസൺ. എന്തുകൊണ്ട് എഡിസന്റെ അച്ഛൻ കണ്ടുപിടിച്ചില്ല? ഇപ്പൊ മനസ്സിലായോ? ഞാൻ കേബിൾ ആണോ സാർ? ഏബിളാണ്. എന്തായാലും ഇന്ന് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് മഹാന്മാരെ കുറിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാം. മഹാന്മാർ നിനക്കറിയാം, എങ്കിലും വെറുതെ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചോദിക്കുന്നു മാത്രം. മഹാത്മാഗാന്ധിജി ആരാണ്? മഹാത്മാഗാന്ധിയോ? അതാരാ? ആരാ അത്? എടാ, മൊട്ടത്തല വടി കണ്ണട മഹാത്മാഗാന്ധി ആരാന്ന്? മൊട്ടത്തല വടി ഇതൊക്കെ ആരാ? ഇതൊക്കെ പിന്നെ എന്തിനാണ് ഈ 2 ഇഞ്ച് പൊക്കത്തിൽ ജീവിച്ചിരിക്കുന്നത്? എടാ, ജവഹർലാൽ നെഹ്റു ആരടാ? ജവഹർലാൽ നെഹ്റു ഇതാരത്? സുഭാഷ് ചന്ദ്രബോസ് ആരടാ? സുഭാഷ് ചന്ദ്രബോസോ? ഇന്ദിരാഗാന്ധി നിനക്കറിയില്ല? ഇന്ദിരാഗാന്ധി ആരാ? പിന്നെ ഇവരെയൊക്കെ അറിയാത്ത നീ എന്തിനാണ് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നത്? സാറിന് തങ്കപ്പനെ അറിയോ? ആരെ? തങ്കപ്പനെ അറിയോ? തങ്കപ്പന ഇല്ല. പിന്നെന്തിനാ ഈ ആറടി പൊക്കമായിട്ട് നടക്കുന്നേ? ഓട്ടോറിക്ഷ ഓടിക്കുന്ന രാജുവിനെ അറിയോ? ഇല്ല. അറ്റ്ലീസ്റ്റ് മീൻകാരൻ മാധവനെ അറിയോ? ഇല്ല. നേഴ്സറി പോണ റിങ്കുമോൻ? ഇല്ല. ഇതാ പറഞ്ഞേ, സാറിന്റെ കൂട്ടുകാരെ എനിക്കും അറിയത്തില്ല, എന്റെ കൂട്ടുകാരെ സാറിനും അറിയത്തില്ല. ഏതായാലും അവസാനമായി നിന്നോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ചാവാൻ പോവാണോ? എന്റെ അവസാനമല്ല, അവസാനത്തെ ചോദ്യം. ആയിക്കോട്ടെ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് ഇന്ന് ഓഗസ്റ്റ് 15 ഇതെന്താണ്? പ്ലീസ്, എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു ഇതിന് വേണ്ടി പറഞ്ഞു. ഇത് 3 കളറുള്ള തുണിയല്ലേ? 3 കളറിലെ
ഇതിന്റെ നടുക്കെന്തരാ? കാളവണ്ടി ചക്രം. കാളവണ്ടി ചക്രം. ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ അല്ലേ? എടാ നിന്റെ അമ്മയാടാ അത്, നിന്നെ പെറ്റ തള്ളയത്, മനസ്സിലായോ? എന്റെ അമ്മയ്ക്ക് 3 കളറൊന്നുമില്ല, ഒറ്റ കളറുള്ളൂ, കറുപ്പ്. എടാ എടാ നിന്റെ നിക്കടാ. നമസ്കാരം സാർ. സാർ നല്ലൊരു ദിവസമായിട്ട് ഓഗസ്റ്റ് 15 ഒരു ചോദ്യം ചോദിച്ചപ്പോ വൃത്തിയായിട്ട് പറഞ്ഞിട്ട് പോയി സാർ കേട്ടായിരുന്നു. സാർ ഒന്ന് പറ സാർ, അവ കേക്കട്ടെ എന്താണെന്ന് പറ സാർ. സാർ ഒരു ഇന്ത്യൻ പൗരനല്ലേ? സാർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവനല്ലേ? സാർ ഈ നാട്ടിൽ ജനിച്ച ആളല്ലേ? സാർ ഈ കതറിട്ട് കൊണ്ട് നടക്കുന്ന രാജ്യം നന്നാക്കാനല്ലേ? അയ്യോ ആണ്. പറഞ്ഞു കൊടുക്ക സാർ ഇതെന്താണെന്ന്. ഇതെന്താണെന്നോ? അതെ, ഇതല്ലേ ആ പോയവന്റെ അമ്മ. മിസ്റ്റർ ചാർലി. യെസ് പാർലി. ഞാൻ ഈ യജ്ഞത്തിൽ നിന്ന് പോവുകയാണ്. അതാണോ നീ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്? അതെ, ഇതെവിടെ ഒരു വിസ ശരിയായി ഞാൻ ഗൾഫിലേക്ക് പോവുക. വിസ ശരിയായോ? വിസ ശരിയായി. അപ്പോൾ നീ ഈ നാട്ടിൽ, ഞാൻ ഗൾഫിലാണ് ഇനി മുതൽ. എനിക്കൊരു വിസ ശരിയായി. നമ്മുടെ ഗോപാലൻ ചേട്ടനല്ലേ എന്റെ സുഹൃത്ത്, അവൻ പുള്ളി ഗൾഫിൽ നിന്ന് വന്നു. നിനക്ക് വിസ കിട്ടിയോ? ആ. അപ്പൊ ഞാൻ എന്നായി? നിനക്ക് ഞാനൊരു കൊച്ചു വിസ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗോപാലൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകാം. എടാ എങ്ങനെയെങ്കിലും എന്നെ ഗോപാലൻ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടു. ഓക്കേ, ആയിക്കോട്ടെ. ആരാടാ രാവിലെ എന്റെ പട്ടിന് മേത്ത് കല്ലെടുത്തറിയണേ? എനിക്ക് നിന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ. നീ ആകെ തടിച്ച് ചീർത്ത് വീർത്ത് ഉരുണ്ട് ഒരുമാതിരി അവിഞ്ഞ ഗ്ലാമറായി CPM-ന്റെ ആൾക്കാർ സംസ്ഥാന സമ്മേളനത്തിന് പോണ പോലെ. നീ എന്നാ ദുബായിന്ന് വന്നേ? ഞാൻ ദുബായിന്ന് വന്നതല്ല, പറഞ്ഞു വിട്ടതാ. പറഞ്ഞു വിടേ? അല്ല, പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തെ അവധി എന്ന് അറബി പറഞ്ഞു നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുവരാൻ പറഞ്ഞു വിട്ടതാ. ആണോ? എന്തായാലും നീ ഫുൾ സെറ്റപ്പിലടാ. കോട്ട്, സൂട്ട്, കൂളിംഗ് ഗ്ലാസ്, എന്തൊക്കെയാണ് അടിപൊളി ഉണ്ടല്ലേ? എടാ പൂത്ത പണമല്ലടാ. പൂത്ത മണോ? പൂത്ത മണമല്ല, പൂത്ത പണം. നീ കേട്ടിട്ടില്ലേ? ദിനാറ്, ദിനേഡ്, ഡോളർ, റോളർ, ഇതൊക്കെ. റോളറോ? റോളർ മീൻസ് ഈ അമേരിക്കൻ ഡോളർ ഇല്ലേ? അത് ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് റോൾ ചെയ്യലടാ. നീ കയ്യിലെ വാച്ച് കണ്ടോ? അമേരിക്കൻ ഡോളർ 25,000 രൂപയാണ് ഇതിന് വില. ആണോ? എന്റെ മുതലാളിയുടെ ഭാര്യ എനിക്ക് പ്രസന്റ് തന്ന. ആണോ? അപ്പൊ നിന്റെ ഈ ചെടുത്ത് കിടക്കണ കറുത്ത പാടോ? അത് മുതലാളി തന്നതാ. ശരി. നീ കോട്ടും സൂട്ടും കണ്ടോ? ലോകത്ത് 2 പേർക്കേ ഇതുള്ളൂ. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബുഷനും, പിന്നെ ഒന്ന് എനിക്കും. ആണോ? പിന്നെ നിന്റെ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയുണ്ട്? ദാരിദ്ര്യരേഖ കവർ ചെയ്യോ? കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ദേഹരങ്ങാത്തൊരു ജോലി ചെയ്യാ. വരുന്നവര് വന്ന് ജോലി ചെയ്തിട്ട് കാശ് എന്നിട്ട് പോകും. വരുന്നവര് ജോലി ചെയ്തിട്ട് കാശ് നിനക്ക് തരുമോ? അതെ. അതെന്ത് ജോലിയാ? ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ ഒരു മൂത്രപ്പര നടത്താം. വരുന്നവര് വന്ന് ജോലി ചെയ്യും, എന്നിട്ട് അവര് കാശ് എന്നിട്ട് പോകും. ഇത്തിരി നാറ്റ കേസാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ നിന്നോട് സോറി പറയാൻ കൂടിയാണ് വന്നത്. ഞാൻ ആ സമയത്ത് ഗൾഫിലായിപ്പോ എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല. എന്തായാലും എന്റെ ഒരു കൺഗ്രാജുലേഷൻ പറയുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിച്ചു ചോദിച്ചാൽ കരയുന്നെന്തിനാ നീ? എടാ ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത്? നിനക്കെന്താ സ്ത്രീധനം കിട്ടിയില്ലേ? അവളെന്താ തറവാടിയല്ലേ? അവൾക്കെന്താ സൗന്ദര്യമില്ലേ? പിന്നെ എന്താ എന്നോട് പറ. എടാ നീ എന്റെ ഒറ്റ സുഹൃത്തായതുകൊണ്ട് നിന്നോട് ആ സത്യം പറയടാ. എന്റെ ഭാര്യക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടടാ, മെന്റലി പ്രോബ്ലം. വട്ടാണല്ലേ? എടാ അവളുടെ വട്ടെന്ന് പറഞ്ഞ സാധാരണ വട്ടല്ല. അവളെങ്ങാനും വൈകുന്നേരം കൊണ്ടെങ്ങാനും കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് വയലന്റ് ആവും. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അവള് വയലന്റ് ആവും. പിന്നെ ആ സാധനം കിട്ടിയതിന് ശേഷമേ അവള് സൈലന്റ് ആവുള്ളൂ. പിന്നെ ഒരു സമാധാനം ഉണ്ടാ. ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവള് തിരിച്ചു തരും. പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. എന്റെ വൈഫ്. ഏതാ ചേട്ടാ ഈ കൊരങ്ങൻ? മോളെ അത് കൊരങ്ങനല്ല, എന്റെ ഓരോരോ കൂട്ടുകാരനാ. ഇന്ന് ഗൾഫിൽ നിന്ന് വന്നുള്ളൂ. ചേട്ടാ ഈ കൊരങ്ങന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് കാണാൻ എന്ത് ഭംഗിയാ. ഇതെനിക്ക് വാങ്ങിച്ചു തരുമോ ചേട്ടാ? അയ്യോ എന്റെ പൊന്നു മോളെ, അത് അവൻ ചോദിച്ചാൽ തരില്ലേ ഗോപാല? വേണ്ട മക്കളെ, ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടു. എനിക്ക് വാങ്ങിച്ചു താ ചേട്ടാ. അത് കിട്ടില്ല മോളെ. അത് തരില്ലേ? അച്ഛ ഞാനിപ്പോ ഈ തരില്ലേ? തരില്ലേ? നീ അങ്ങനെ നോക്കല്ലേ. ഗോപാല
നീ എന്റെ ഒരു കൂട്ടുകാരനല്ലടാ. എന്റെ തലയ്ക്ക് അസുഖമുള്ള ഒരു ഭാര്യയല്ലടാ അവള്. ആ വാച്ച് ഒന്നും ഒരു താടാ ഒരു സമയം ഉപയോഗിച്ചിട്ട് നാളെ തിരിച്ചരുടാ. ഹായ് എന്താ അമ്മേ? ചേട്ടാ, ദേ ഈ കൊരങ്ങന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി കാണാൻ എന്ത് ഭംഗിയാ. ഇത് എനിക്ക് വാങ്ങിച്ചു താ ചേട്ടാ. എന്റെ പൊന്നു മോളെ അത് ചോദിച്ചവൻ തരില്ല. എനിക്ക് വാങ്ങിച്ചു താ ചേട്ടാ. ഗോപാല, ഇതെടുത്ത് എനിക്ക് കണ്ണ് കാണൂല മക്കളെ. അവന് കണ്ണ് കാണില്ല മോളെ. തരില്ലേ? എന്റെ ദൈവമേ, തരില്ലേ? ദൈവത്തെ കുറിച്ച് നീ എന്തൊന്നും ചെയ്യില്ലേ? തരില്ലേ? പൊന്നേ, മേടിച്ച് താടാ. എന്റെ ദൈവമേ. ഗോപാല, ഓ നീ എന്റെ ഒരു കൂട്ടുകാരനല്ലടാ. എന്റെ തലയ്ക്ക് അസുഖമുള്ള ഒരു ഭാര്യയല്ലടാ അവള്. ആ കൂളിംഗ് ഗ്ലാസ് ഒന്നും ഒരു താടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് നാളെ തിരിച്ചരുടാ. ഹായ് ജയിലടേരെ പോലെയുണ്ട്. ചേട്ടാ, ദേ ഈ കൊരങ്ങൻ ഇട്ടിരിക്കുന്ന സൂട്ടും കോട്ടും കാണാൻ എന്ത് ഭംഗിയാ. ഇത് എനിക്ക് വാങ്ങിച്ചു താ ചേട്ടാ. എന്റെ പൊന്നു മോൾ ആ കോട്ട് സൂട്ട് ഊരി തന്ന അവന് വീട്ടിൽ പോണ്ടേ? എനിക്ക് വേണം ചേട്ടാ. ഗോപാല, അയ്യോ എന്റെ പൊന്നു മക്കളെ ഇത് അയച്ചിട്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും? തരില്ലേ? ഏ? തരില്ലേ? എന്റെ ദൈവമേ, നീ കോട്ട് മാറ്റിയിടി. തരില്ലേ? ദൈവമേ, മേടിച്ച് താടാ. എന്റെ പൊന്നെ ഗോപാല, നീ എന്റെ ഒരു കൂട്ടുകാരനല്ലടാ. അവളെന്റെ തലയ്ക്ക് അസുഖമുള്ള ഒരു ഭാര്യയല്ലടാ. ഈ കോട്ട് സൂട്ട് ഒന്നും ഒരു താടാ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവള് തിരിച്ചരുടാ. ഹായ് നീ പൂരി കൊടുത്ത കോട്ട് സൂട്ട് ലോകത്ത് രണ്ടാൾക്കുള്ളൂ. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷനും പിന്നൊന്ന് നിനക്കും. പക്ഷേ ഇത്രയും ചീഞ്ഞാവിഞ്ഞ് നാറിയ ബനിയനും ട്രൗസറും ഈ ലോകത്ത് നിനക്ക് മാത്രം ഉണ്ടാവുള്ളൂ. ചേട്ടാ, ദേ ഈ ബനിയനും ട്രൗസറും. അവൻ എന്താ കൂരി തന്നു? കണ്ണാടി ഊരി തന്നു, വാച്ച് ഊരി തന്നു, കോട്ട് സൂട്ട് ഊരി തന്നു. ഇപ്പൊ ഫില്ലിന്റെ ബ്ലാങ്ക്സിൽ നിൽക്കാം. അതല്ല ചേട്ടാ, ഈ ബനിയനും ട്രൗസറും ഇട്ട് നിക്കണ ഈ കൊരങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയാ. എനിക്ക് കൊരങ്ങനെ വാങ്ങിച്ചു താ ചേട്ടാ. ഈ കൊരങ്ങനെ വാങ്ങിച്ചു താ. പാച്ചു, ചേട്ടാ, ഞാൻ നിന്റെ ഒരേ ഒരു കൂട്ടുകാരനല്ലടാ. അതെ, അവള് നിന്റെ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരേ ഒരു ഭാര്യയല്ലടാ. ആ. ഇന്ന് ഒരു ദിവസം ഉപയോഗിച്ചാൽ നാളെ തിരിച്ചു തരൂടാ. പാടി, പാടി.